ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ബജറ്റ് ജനങ്ങളെ നിരാശയിലാക്കുന്നതാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കേരള ബജറ്റ് സ്വാഗതാർഹമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയർ സി. ചാക്കുണ്ണി. പാതിവില സ്കൂട്ടർ വിവാദവുമായി എൻ രാധാകൃഷ്ണനെ കുറിച്ച് ഒരു ആരോപണവും വന്നിട്ടില്ലെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വളയനാട് ദേവി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള ബജറ്റ് ജനങ്ങളെ നിരാശയിലാക്കുന്ന ബജറ്റാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ബജറ്റിൽ ഇല്ലെന്നും പുത്തരിക്കണ്ടം മൈതാനിയിലെ പ്രസംഗം പോലെയായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് കെ.എൻ. ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും. ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സംസ്ഥാനം കേരളമാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. കേരളത്തിൽ വ്യാവസായിക രംഗം തകർന്നടിഞ്ഞ വ്യാവസായിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയും ഈ ബജറ്റ് മുമ്പോട്ട് വച്ചിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. ഇപ്പോഴും കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഏതാണ്ട് 20-22% സംഭാവന നൽകുന്നത് പ്രവാസികളാണ്. കഴിഞ്ഞ 5 വർഷവും ചെയ്തതുപോലെ തന്നെ പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത ഉറപ്പാക്കാൻ കഴിയുന്ന മേഖലകളിൽ ഒന്നും തന്നെ, പ്രത്യേകിച്ച് ടൂറിസം, അങ്ങനെയുള്ള മേഖലകളിൽ ഒന്നും തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും ഈ ബജറ്റിലില്ല. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേരളത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് അദ്ദേഹം സമയം ഇടയ്ക്കിടെ ഉപയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ബജറ്റ് സ്വാഗതാർഹമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. സാമ്പത്തിക പ്രതിസന്ധിയിലും യഥാർത്ഥ ബോധത്തോടെയുള്ള ബജറ്റാണെന്നും മലബാറിന് വേണ്ടത്ര പരിഗണന നൽകിയതായും പ്രസിഡന്റ് ഷവലിയർ സി. ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു. അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് വളരെയധികം സാഹുകാരമാണ്. സമസ്ത മേഖലകൾക്കും ആശ്വാസം നൽകുന്ന നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. കയർ മേഖല, കശുവണ്ടി മേഖല, ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഗതാഗത മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളെയും അഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ ബഡ്ജറ്റ്. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഒരു ആശങ്ക ഇന്നത്തെ യോഗം പ്രകടിപ്പിച്ചത് കോടതി ഫീസ്, അതുപോലെ 3 നികുതി ഉൾപ്പെടെയുള്ള ഏതാനും ചില നികുതികളുടെ വർധന മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു ആശങ്കയുണ്ട്. മലബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചും അഭ്യർത്ഥിച്ചും എല്ലാം പരിഗണിച്ചിട്ടുണ്ട്. അതായത് വേൽപ്പൂർ തുറമുഖത്തിൻ്റെ ഡ്രഡ്ജിങ്, അതുപോലെ നഗര വികസന പദ്ധതിയിൽ കോഴിക്കോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാരുണ്യ പദ്ധതി, അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊതുവെയും പ്രത്യേകിച്ചും മലബാറിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലൂടെ വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്ന വാർത്ത അതിൻ്റെ ഇടയിൽ കൂടി അറിഞ്ഞതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ പദ്ധതികൾ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാരും ജനപ്രതിനിധികളും
കക്ഷി രാഷ്ട്രീയ അതീതമായി കേരളത്തിലെ രണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സാറും സുരേഷ് ഗോപി സാറും എല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി സാമ്പത്തിക സഹായം, നമുക്ക് അർഹമായ സാമ്പത്തിക സഹായം പറഞ്ഞ് ലഭിക്കേണ്ടതുണ്ട്. അതെല്ലാം സമാഹരിച്ച് ഈ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് പൊതുവായി പ്രത്യേകിച്ചും മലബാറിനും വളരെ ഗുണകരമാകുമെന്നാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാതിവില സ്കൂട്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് എൻ രാധാകൃഷ്ണനെ കുറിച്ച് ഒരു ആരോപണവും വന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ട്രസ്റ്റ് ഉണ്ട് എന്നത് സത്യമാണെന്നും എന്നാൽ അതിന് BJPയുമായി ബന്ധമൊന്നുമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എൻ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. വളരെ വർഷങ്ങളായിട്ട് പൊതുരംഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്നലെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീ എൻ രാധാകൃഷ്ണൻ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ട്രസ്റ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ട്രസ്റ്റാണ്. പക്ഷെ ആ ട്രസ്റ്റ് ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. സോഫാർ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും എവിടെ നിന്നും ഉയർന്നിട്ടില്ല. ഉയരാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ സംശയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിനെയാണ് പാർട്ടി ഇപ്പോൾ മുഖവിലക്കെടുക്കുന്നത്. പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസാണ്. അവർ വിശദമായിട്ട് അന്വേഷിക്കും. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ ഏതൊക്കെ രീതിയിലാണ് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കബളിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ശ്രീ എൻ രാധാകൃഷ്ണന്റെ ട്രസ്റ്റ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരും. ഇപ്പോൾ ശ്രീ സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തെയും ശ്രീ എൻ രാധാകൃഷ്ണനെയും സംശയിക്കാനായിട്ടുള്ള ഒരു കാര്യവും പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല. പോലീസിനും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതായിട്ട് തോന്നുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറ്റിയതോടെ ശ്രീ വളയനാട് ദേവി ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. തന്ത്രി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ വളയനാട് ദേവി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന് സമർപ്പിച്ചു. വളയനാട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തന്ത്രി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ വളയനാട് ദേവി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന് സാമൂതിരി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ മായ ഗോവിന്ദ് നൽകി. പൊന്നാടണിയിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വട്ടോളി ഇല്ലത്ത് കൃഷ്ണൻ മുസദ. ക്യാഷ് അവാർഡ് 25,001. സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും ശാരദ അദ്വൈതാശ്രമം മഠാധിപതി സത്യാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വട്ടോളി ഇല്ലത്ത് കൃഷ്ണൻ മുസദ് അധ്യക്ഷനായിരുന്നു. മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ, കൗൺസിലർ MC അനിൽകുമാർ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ, ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി AB ഷിറാജ് കുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ RS രാജേഷ്, കേശവൻ മൂസദ്, കുഞ്ഞിനാരായണൻ മൂസദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവം ഫെബ്രുവരി 13-ന് സമാപിക്കും. കലാപരിപാടികളും പ്രസാദൂട്ടും 12-ാം തീയതി പള്ളിവേട്ടയും 13-ന് ആകാട്ടോടും കൂടി ചടങ്ങ് അവസാനിക്കും. 14-ാം തീയതി തിരിച്ച് തളിയിലേക്ക് വാൾ എഴുന്നള്ളിക്കുകയുമാണ് ചടങ്ങ്. ഇന്ന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സമുദായത്തിൽപ്പെട്ടവർക്ക് ജോലി സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കളരി പണിക്കർ ഗണക കണിശ ഐക്യവേദി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്തരമേഖല സമരസമിതി നടത്തുന്ന കളക്ടറേറ്റ് ധർണയുടെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. നമുക്കറിയാം, ഇന്ന് പല സമുദായങ്ങൾക്കും വാരിക്കോരി സംവരണം കൊടുക്കുമ്പോൾ 14% സംവരണം കൊടുക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ സമുദായത്തിന് തീർത്തും അധികാരികളിൽ നിന്ന്, പ്രത്യേകിച്ച് മാറി മാറി വരുന്ന ഗവൺമെന്റിൽ നിന്ന് അവഗണനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെറും 3% ഞങ്ങൾക്ക് തന്ന സംവരണം. അതിൽ തന്നെ 100-ലധികം സമുദായ സംഘടനകൾ. അതുപ്രകാരം ഞങ്ങൾക്ക് ഒരു 0.2% പോലും ജോലി സംവരണം ഞങ്ങളുടെ സമുദായത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഞങ്ങൾ ഈ 11 ആവശ്യങ്ങളിലും പ്രധാന ആവശ്യം ജോലി സംവരണം ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. സർക്കാർ ഉറപ്പു നൽകിയ സോഷ്യോ ഇക്കണോമിക് സർവേ നടത്തുക, ഇ ഗ്രാന്റ് തുക വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ചെയ്യുക, +1 തലം മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അധിക സംവരണം സമുദായത്തിന് അനുവദിക്കുക, നിയമനത്തിനുള്ള റൊട്ടേഷൻ പുനഃക്രമീകരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് കളരി പണിക്കർ ഗണക കണിശ ഐക്യവേദി ഉന്നയിക്കുന്നത്. കേരളത്തിൽ 3 മേഖലകളിലായാണ് KGKA എന്ന സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഫെബ്രുവരി 11 കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സമുദായ അംഗങ്ങൾ പങ്കെടുക്കും. പാച്ചന്നൂർ അശോകൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി PK ബാലൻ പരപ്പനങ്ങാടി, AK വിദ്യാധര പണിക്കർ പാലക്കാട്, CK സതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇനി വാട്സാപ്പിലൂടെയും പരാതി സ്വീകരിക്കും. നിലവിൽ നേരിട്ടും ഇമെയിൽ, തപാൽ മുഖേനയും പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് വാട്സാപ്പിലും പരാതികൾ സ്വീകരിക്കുന്നത്. പരാതികൾ 9746515133 എന്ന നമ്പറിൽ അയക്കാമെന്ന് കമ്മീഷൻ അംഗം P. റോസ പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ കോഴിക്കോട് ജില്ലാതല സിറ്റിംഗിൽ 7 പരാതികൾ പരിഗണിച്ചു. 2 പരാതികൾ തീർപ്പാക്കി. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം P. റോസയുടെ അധ്യക്ഷതയിലാണ് സിറ്റിംഗ് നടന്നത്. കടലുണ്ടി സ്വദേശിനിയുടെ മകൾക്ക് നഴ്സിംഗ് പ്രവേശനത്തിനായി സ്വകാര്യ സ്ഥാപനത്തിലെ കോർഡിനേറ്റർക്ക് തുക നൽകുകയും വീടിനടുത്ത് മറ്റൊരു സ്ഥാപനത്തിൽ പ്രവേശനം ലഭിച്ചപ്പോൾ തുക തിരിച്ചു ചോദിക്കുകയും തുക നൽകാൻ തയ്യാറാവാതിരുന്നപ്പോൾ അവർ കമ്മീഷനെ സമീപിക്കുകയുമായിരുന്നു. ബന്ധപ്പെട്ട പരാതിയിൽ കമ്മീഷൻ ഇടപെട്ട് പരാതി തീർപ്പാക്കി. വടകര മുനിസിപ്പാലിറ്റി മദ്രസ അനുബന്ധ ഓഫീസിന് നികുതി ഇളവ് നൽകുന്നില്ലെന്ന വടകര സ്വദേശിയുടെ പരാതിയിൽ കമ്മീഷൻ ഇടപെടുകയും പരാതി തീർപ്പാക്കുകയും ചെയ്തു. മദ്രസയ്ക്ക് അതിൻ്റെ അനുബന്ധ ഓഫീസിന് നികുതി ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മദ്രസയ്ക്ക് നികുതി ഇളവ് കൊടുക്കാനായി കഴിഞ്ഞ കമ്മീഷന്റെ തീരുമാനപ്രകാരം നികുതി ഇളവ് കൊടുത്തു. അതോടനുബന്ധിച്ച് ഓഫീസിന് നികുതി ഇളവ് കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായില്ല. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുബന്ധ റൂമായ ഓഫീസ് റൂമിന് നികുതി ഇളവ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഓർഫണേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജീവിതശൈലി രോഗ പരിശോധനകളും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനകളും നടന്നു. നിരവധി ആളുകൾ പരിശോധനകൾക്കായി ക്യാമ്പിലെത്തി. ബേപ്പൂർ ഓർഫണേജ് കമ്മിറ്റിയും കോഴിക്കോട് ഓൾ ഇന്ത്യ മെഡിക്കൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കല്ലായി ഇക്ര ഹോസ്പിറ്റലും കോഴിക്കോട് ഐ ഫൗണ്ടേഷനും ജില്ലാ പഞ്ചായത്ത് സ്നേഹസ്പർശവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കണ്ണ് പരിശോധന, ഹൃദയ പരിശോധന, ബ്ലഡ് ഷുഗർ, പ്രഷർ, സിറം കൊളസ്ട്രോൾ, സിറം ക്രിയാറ്റിൻ, ECG എന്നീ സേവനങ്ങളും യൂറിൻ ആൽബുമിൻ, യൂറിൻ ഷുഗർ, ഹൈറ്റ്, വെയ്റ്റ് എന്നീ സേവനങ്ങളും ക്യാമ്പിൽ സൗജന്യമായി നൽകി. ബേപ്പൂർ പുളിമുട്ടിനടുത്ത് ഓർഫണേജ് അങ്കണത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഓർഫണേജ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി KK കോയ അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൽ ഗഫൂർ, ഓർഫണേജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് OK ഷഹീദ്,
AIMI ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ടി ജ്യോതിലക്ഷ്മി, EK ഷാഹുൽ ഹമീദ്, B കുഞ്ഞാമുക്കോയ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിറക് 2025 സർഗോത്സവം ഒളവണ്ണ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. ഒളവണ്ണ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാരംഗം ഭാരവാഹികളും സ്കൂൾ അധ്യാപകരും കുട്ടികളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാരംഗം റൂറൽ ഉപജില്ല LP വിഭാഗം സർഗോത്സവം ചിറക് 2025 ഗവൺമെന്റ് LP സ്കൂൾ ഒളവണ്ണയിൽ വെച്ച് ആഘോഷിച്ചു. ഒളവണ്ണ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് വിദ്യാരംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത്. അവിടെ മത്സരങ്ങൾക്കല്ല പ്രാധാന്യം. ഒരു രക്ഷിതാവും എന്റെ കുട്ടിയേക്കാൾ മികച്ചത് മറ്റേ കുട്ടി ആയിപ്പോയി എന്നതിന്റെ പേരിൽ ഇന്ന് കണ്ണീർ പൊഴിക്കില്ല. ഒരു രക്ഷിതാവും ആ രീതിയിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യും. പക്ഷെ എന്നാൽ ഒരു മത്സര ബുദ്ധി കുട്ടികളിൽ അറിയാതെ വന്നു പോയി പോകും. അപ്പൊ അതാണ് വിദ്യാരംഗത്തിന്റെ സവിശേഷത. മറ്റ് കലോത്സവങ്ങൾക്ക് അപ്പുറത്തേക്ക് വിദ്യാരംഗം മുന്നോട്ട് വെക്കുന്ന ഈ രീതിയിലുള്ള പരിപോഷണ പരിപാടികൾ എല്ലാ കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MT കുഞ്ഞുമൊയ്തീൻ കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാക്ഷ്യപത്ര വിതരണം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആനി തെരേസ ആന്റണി നിർവഹിച്ചു. റൂറൽ ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ സഹീർ ഒളവണ്ണ, PTA പ്രസിഡന്റ് N രജീഷ്, V വിജയൻ, അധ്യാപകരായ രാകേഷ്, രജിത, സപ്ത, ജിഷ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറോക്ക് പൂതേരി ഇല്ലം ഭദ്രകാളി ക്ഷേത്രത്തിലെ പുരാതന സർപ്പക്കാവിന്റെ പ്രതിഷ്ഠാദിന ഉത്സവം ഫെബ്രുവരി 19 നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പൂതേരി ഇല്ലം ടെമ്പിൾ ട്രസ്റ്റ് ഭാരവാഹികൾ. ഫറോക്ക് പൂതേരി ഇല്ലം ക്ഷേത്രം നടത്തിപ്പിനായി പുതിയ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചതായും പൂതേരി ഇല്ലം ടെമ്പിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. M ശശിധരൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രജീഷ് പള്ളിയിൽ, K ജിത്തുരാജ്, T ശ്യാമപ്രസാദ്, MA ആനന്ദ്കുമാർ, KC ബോബീഷ് എന്നിവരാണ് ഭാരവാഹികൾ. അപർണ M കുമാർ, രാജീവ് മേനോൻ, അനുപമ വിജയകുമാർ, ഡോക്ടർ M സുധീഷ് കുമാർ എന്നിവർ പൂതേരി ഇല്ലം ട്രസ്റ്റ് ഭാരവാഹികളായും പ്രവർത്തിക്കുന്നു. പൂതേരി ഇല്ലം ഭദ്രകാളി ക്ഷേത്രത്തിലെ സർപ്പക്കാവിന്റെ പ്രതിഷ്ഠാദിന ഉത്സവം ഫെബ്രുവരി 19 നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പൂതേരി ഇല്ലം ട്രസ്റ്റ് ചെയർപേഴ്സൺ അപർണ M കുമാർ, ഭദ്രകാളി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ M സുധീഷ് കുമാർ, K ജിത്തുരാജ്, M ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. മലയാള ഐക്യവേദി വിദ്യാർത്ഥി മലയാളവേദി 15ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 7 മുതൽ 9 വരെ കാരപ്പറമ്പ് ഗവൺമെന്റ് HSSൽ നടക്കും. മാതൃഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പ്രമേയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാരണം മാതൃഭാഷ പല മേഖലകളിലും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്തരം സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിവിടെ കാരപ്പറമ്പ് സ്കൂളിൽ 3 ദിവസം നടക്കുന്ന ഈ സമ്മേളനം ആരംഭിക്കുന്നത്. മലയാള ഐക്യവേദിയുടെയും വിദ്യാർത്ഥി മലയാളവേദിയുടെയും 15ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 7, 8, 9 തീയതികളിലായാണ് സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരപ്പറമ്പാണ് സമ്മേളന വേദി. പരിപാടികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 8
ഭാഷാ സമര പോരാളി PN നെടുവേലിയും പൊതുസമ്മേളനം ഫെബ്രുവരി 9 മേയർ ബീന ഫിലിപ്പും ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പ്രദർശനം, വിദ്യാർത്ഥി മലയാളവേദി പ്രവർത്തക സംഗമം, സെമിനാർ, ഭാരവാഹി തിരഞ്ഞെടുപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ UK കുമാരൻ, ജനറൽ കൺവീനർ A പ്രദീപ് കുമാർ, മലയാള ഐക്യവേദി ജനറൽ സെക്രട്ടറി രൂപിമ S, മിഥുൻ, ഗോപി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് വയനാട് ചുരം ചാലഞ്ചിന്റെ 4ാം സീസൺ ഫെബ്രുവരി 9 നടക്കും. കോഴിക്കോട്ട് നിന്നും വയനാട് ലക്കിടി വരെയുള്ള മത്സരത്തിൽ 3 വിഭാഗങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. 6 മണിക്കൂറിനുള്ളിൽ മികച്ച സമയം കൈവരിക്കുന്നവർക്കാണ് സമ്മാനം. സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ക്ലബിന്റെ ലക്ഷ്യങ്ങൾ. സൈക്ലിംഗ് ജനകീയമാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചുരം ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 4ാമത്തെ പ്രാവശ്യമാണ് 4ാമത്തെ എഡീഷനാണ് കോഴിക്കോട് വെച്ച് നടത്തുന്നത്. കോഴിക്കോട് തുടങ്ങിയിട്ട് വയനാട് ഗേറ്റിൽ അവസാനിക്കുന്ന പരിപാടിയാണ്. കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബിന്റെ വയനാട് ചലഞ്ചിൽ എലൈറ്റ്, മാസ്റ്റേഴ്സ്, വുമൺ എന്നീ 3 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണ 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് സാരഥികൾ അറിയിച്ചു. എരഞ്ഞിപ്പാലത്തെ സൈലം ക്യാമ്പസിൽ വെച്ച് ഫെബ്രുവരി 9 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. വയനാട് ലക്കിടിയിലുള്ള റിസോർട്ട് ബർസാത്ത് റാഞ്ചസിൽ വെച്ച് ക്ലോസിംഗ് സെറമണിയും പുരസ്കാര വിതരണവും നടത്തും. ഇത്തവണ 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ദീപക് PB, സെക്രട്ടറി റിയാസ് PA എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റാവുത്തർ ഫെഡറേഷൻ നാഷണൽ ലീഡർഷിപ്പ് ക്യാമ്പും ഓൾ ഇന്ത്യ മുസ്ലിം തിങ്ക് ടാങ്ക് അസോസിയേഷൻ മീറ്റും ഫെബ്രുവരി 8-നും 9-നും മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം RF പ്രസിഡന്റ് SA വാഹിദും സൗഹൃദ കൂട്ടായ്മയുടെ ഉദ്ഘാടനം KM സച്ചിൻ ദേവ് MLAയും നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 2 ദിവസം നീളുന്ന പരിപാടികളുണ്ട്. അത് റാവുത്തർ ഫെഡറേഷനും അതുപോലെ ഓൾ ഇന്ത്യ മുസ്ലിം തിങ്ക് ടാങ്ക് അസോസിയേഷൻ സംഘടനയും കൂടെ ചേർന്നാണ്. അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിലെത്തിച്ചേരുന്നുണ്ട്. റാവുത്തർ ഫെഡറേഷൻ്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളുമുണ്ട്. വിവിധ സെഷനുകളിലായി സംഘടിപ്പിക്കുന്ന റാവുത്തേഴ്സ് നാഷണൽ മീറ്റിൽ സമുദായവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. RF നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വാഹിദ് ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഓൾ ഇന്ത്യ മുസ്ലിം തിങ്ക് ടാങ്ക് അസോസിയേഷന്റെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് PH താഹ, ജനറൽ സെക്രട്ടറി PK ഹമീദ് കുട്ടി, ഷാഹുൽ ഹമീദ് റാവുത്തർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫെബ്രുവരി 8, 9 തീയതികളിൽ കൈതപ്പൊയിൽ നോളജ് സിറ്റിയിലാണ് റാവുത്തർ ഫെഡറേഷൻ നാഷണൽ ലീഡർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ബജറ്റ് ജനങ്ങളെ നിരാശയിലാക്കുന്നതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരള ബജറ്റ് സ്വാഗതാർഹമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി. പാതിവില സ്കൂട്ടർ വിവാദവുമായി AN രാധാകൃഷ്ണനെ കുറിച്ച് ഒരു ആരോപണവും വന്നിട്ടില്ലെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വളയനാട് ദേവി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.